യാത്ര ചെയ്യുന്നവർ ആടികലക്കും വർത്തകരെ കൂടിയിലെങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ തരമില്ലാത്തു കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നമ്മളെ ചെറിയനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നിറവിലെ ദൈവത്തിൻ്റെ സമീപത്തേക്ക് അവസാനമായി യാത്രയക്കുന്ന ചടങ്ങാണ്. ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുമണയോടെ സംബന്ധിക്കാം. ആനന്ദിപ്പിക്കുന്ന ഭാവികളുടെ നിത്യസംഘാതമായ ദൈവമേ, ഈ പരനീരിനെ അങ്ങേ ആശീർവദിക്കണമേ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാലത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ മുതലെന്നേക്കുമാമേം. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നതായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ, നിങ്ങളോടും നിങ്ങളുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവനെ വിധിക്ക് വിധേയനാകുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറടമായ പിതാവെ തന്റെ പുത്രനെയും ജീവന്റെ ഉറടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിഴയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ. അമ്മേ.
വിശ്വസരായ ഭിത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. ആമേൻ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ അശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നോക്കരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. നമ്മളോടുകൂടെ ഇന്ന് നമ്മുടെ ജെയിംസ് ലീവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും ബലിയർപ്പിക്കുവാനായിട്ടും വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് മുല്ലക്കരി അച്ഛനാണ്. അച്ഛന് ഇവിടെ നേരത്തെ നമ്മുടെ ഈ അല്ലാണ്ടി ഏരിയയിലെ ഏറ്റവും മലയാളികളിലെ അച്ഛന്മാരിലെ പഴക്കം ചെന്ന അച്ഛനാണ്. ഇവിടെയുള്ള മലയാളി സമൂഹത്തെ മുഴുവനായിട്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ നയിച്ചുകൊണ്ടിരുന്ന അച്ഛനാണ്. അതുപോലെ തന്നെ ജോസഫ് കൊച്ചുപറമ്പിൽ അച്ഛനും മരിയറ്റയിൽ ഇപ്പോൾ അറ്റ്ലാന്റ ഡയസിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഇടവകയായ അൽഫോൺസപ്പള്ളിയിലെ വികാരി അച്ഛന് അടുത്തയാഴ്ച തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ജോണി അച്ഛനും പ്രത്യേകമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഈ പുരോഹിതന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മുടെ മേലും അതുപോലെ തന്നെ മരിച്ചുപോയ ജെയിംസ് അളിയൻ്റെ ആത്മാവിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കി. ആരാധമാനും മനുഷ്യരും നമ്മ പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരസങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ജെയിംസ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്കറിയില്ല എങ്കിലും ഞാൻ കേൾക്കുന്നതനുസരിച്ച് മോളിച്ചേച്ചിയോട് പറഞ്ഞതനുസരിച്ച് 21 വർഷം മുമ്പ് രോഗഗ്രസ്തനായി സ്ട്രോക്ക് വന്നു. 21 വർഷക്കാലത്തെ സഹന ജീവിതം ചിന്തിച്ചു നോക്കുക. ദീർഘകാലം 2 പതിറ്റാണ്ടിലധികം സഹന ജീവിതം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ സഹനത്തിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. യേശുവിൻ്റെ സഹനവുമായി ബന്ധപ്പെടുത്തി ഒന്നിച്ച് കാണുമ്പോൾ ഈ സഹനത്തിന്, ജെയിംസ് ചേട്ടൻ്റെ ഈ സഹനത്തിന് there is a salvific value, the sufferings of James ചേട്ടൻ. യേശുവിൻ്റെ ആ സഹനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ സഹനങ്ങളെ കാണുമ്പോൾ സഹനം നമുക്ക് ഒരു കുരിശായി അനുഭവപ്പെടുകയില്ല. പിന്നെയോ നമ്മുടെ ജീവിത ദൗത്യം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു കൈത്താങ്ങായി നമ്മൾ മനസ്സിലാക്കും. സഹനത്തിൽ നിന്നെല്ലാവരും ഒളിച്ചോടുവാനായിട്ടാണ് ശ്രമിക്കുക.
അൽഫോൻസാമയെ നമുക്കറിയാം. വിശുദ്ധ അൽഫോൻസാമ സഹനത്തിലൂടെ രക്തമായി തീർന്ന വിശുദ്ധ അൽഫോൻസാമ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാര് എന്തുമാത്രം സഹിക്കുന്നുണ്ട്. ആ സഹനമെല്ലാം അവരുടെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി. ആ സഹനത്തിനും അർത്ഥമുണ്ട്. ആ സഹനം വഴിയാണ് മറ്റു ജീവിതങ്ങൾ ഉന്നതി പ്രാപിക്കുക. ജെയിംസ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം 21 വർഷക്കാലത്തെ സഹന ജീവിതം, സഹനത്തിലൂടെ അവൻ വിശദീകരിക്കപ്പെടുന്നു. ഓരോരുത്തരുടെ സഹനത്തിലൂടെ ആ സഹനത്തെ ക്രൈസ്തവമായി, ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആ സഹനത്തിലൂടെ നാം എല്ലാവരും നവീകരിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട്, യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അത് സഹിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി, ധൈര്യത്തിന് വേണ്ടി നമുക്ക് ഈ നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് ചേട്ടനോട് മധ്യസ്ഥം യാചിക്കാം. അദ്ദേഹം സഹനത്തിൻ്റെ ഒരു പ്രവാചകനായി നമ്മൾ അദ്ദേഹം കാണുന്നു. 21 വർഷം. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ജെയിംസ് ചേട്ടൻ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ആത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ തുടരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പേജ് നമ്പർ 299. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും വന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നത് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരനെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉദ്ധാനം പ്രതീക്ഷിച്ചും മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീരരത്നങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി നിന്തിരുസുതനാം ഈശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി നിന്തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. ഞങ്ങളെയൊന്നായി നിന്തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും നാദരവായി ദിവ്യനിണത്താൽ മധ്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ സ്വാമിശിഹായുടെ കൃപാപരം അവിടുത്തെ കാലത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നോപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നോപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലതെല്ലുമേ. എത്തി ഞാൻ എത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലതെല്ലുമേ. എത്തി ഞാൻ എത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നോപ്പമുണർന്നിടാൻ. ഇപ്പോൾ കുടുംബാംഗങ്ങളിലെ ചിലർക്ക് ഷെയർ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ക്ഷണിക്കുന്നത്.